ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു CS റാങ്ക്ഡ് മാച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ പുതിയ ഇവൻ്റാണ്. മറ്റേ ഗ്ലൂ ആൾ ഒന്ന് ഇട്ടാൽ പിന്നെയും കിട്ടണ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇവൻ്റാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ മറ്റേ വലിയ ബറിൻ്റെ വേട്ടങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ 2 എനിമീസ് കണ്ടപ്പോൾ ചാടി അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൂ ആയിട്ട് പിന്നെ ഒരു മുമ്പോട്ട് വരുന്ന പോണെല്ലാം അടിച്ചോണ്ട് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ബേക്കിൽ നിന്ന് അടി വന്നപ്പോൾ ഞാൻ ബാഗിൽ ഗ്ലൂ ആയിട്ട്, അപ്പോൾ ഇങ്ങോട്ട് റഷ്യ കണ്ടപ്പോൾ ഞാൻ ഒന്നൂടി ഗ്ലൂ ആയിട്ട് ഒന്ന് സേഫ് ആക്കിയിട്ട് മെഡിക്കേറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഓന് ഗ്ലൂ ആളൊക്കെ ഇട്ട് ഇങ്ങനെ റഷ് ചെയ്യണുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി എൻ്റെ കില്ല് കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ കളി തോറ്റാൽ പിന്നെ കില്ല് പോക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താക്കി റഷ് ചെയ്തിട്ട് ഓനടി ഡൗൺ ആക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ കില്ല് ചാമ്പിട്ടുണ്ട്. ലാസ്റ്റിന് നമ്മുടെ ടീമേറ്റ് ആണ് കൊന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കളി കണ്ട് ജയിച്ചിട്ടുണ്ട്, വിക്കറ്റടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കോർ നോക്കുകയാണെങ്കിൽ 1-0 സ്കോറാണ്. അത് നമ്മളെ നെക്സ്റ്റ് റൗണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ UMP കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഈഗോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടല്ലോ, എനിക്ക് സംശയം ഇതിലാണോ ഒരു സംശയം ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കളി നമുക്ക് നോക്കാം, ഇതിലാണോ അല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൗണ്ടാണ് സ്റ്റാർട്ടാവണമില്ലത്. സ്റ്റാർട്ടായില്ലല്ലോ, റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ UMP കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിച്ചപ്പോൾ നേരത്തെ പോയി. പിന്നെ ഡാം എടുത്തപ്പോൾ ആകെ കൈനാലാണ് ഡാം ആയിട്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡൗൺ ഉണ്ട്. അപ്പോൾ ടീമേറ്റ് റഷ് ചെയ്തപ്പോൾ ടീമേറ്റ് ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ബേക്ക് വലിയപ്പോഴത്തേനും ഫുള്ളായിട്ട് നല്ല അടിച്ച് നമ്മൾ ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ടീമേറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ വേറെ ടീമേറ്റ് ഡൗൺ ആക്കിയിട്ടുണ്ട് വേറെ തന്നെ. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഗണ്ണൊക്കെ ഉണ്ട്, പക്ഷെ കുത്തി കളിക്കാണ്. പിന്നെ നമ്മള് നോക്കുകയാണെങ്കിൽ ഇവനാണ് നമ്മളെ ചെങ്ങായി. ഇവനേ ഉള്ളൂ നമ്മളെ ടീമിൽ ഒരു മലയാളി അറിയാൻ, ബാക്കിയുള്ളവരൊക്കെ ബംഗാളിയാണ്. ഇനിമയാണ് മെഡിക്കൽ കടിച്ചിട്ടുണ്ട്. കയ്യറ്റായിട്ട് ഫോണാക്കി പോയി. ഇവനാണ് അപ്പുറത്തേക്ക് ചാടിയപ്പോത്തിനും അവനറിയാതെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു എനിമി ഒന്ന് ഇവനെ കില്ലെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പ്രഷറായപ്പോൾ അവനങ്ങനെ പറ്റിപ്പോയേക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ, തുടങ്ങിയിട്ടുണ്ട്. നോക്കുകയാണ് ഇക്കളി UMP എടുക്കാമെന്നാണ് ഉദ്ദേശം. അങ്ങനെ UMP നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ, ഈഗോ ആണിപ്പം മുമ്പിൽ 3 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓനാണ് ഇപ്പം മുമ്പിൽ നിൽക്കണത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സൈഡ് ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശം. പിന്നെ നമ്മൾ ഈ ജനലൊക്കെ ചാടി അടിക്കുകയാണ്. ഈ ജനലൊക്കെ ചാടി നമ്മളിങ്ങനെ ഈ വേലിൻ്റെ ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പുറത്തെ വേലിൻ്റെ അവിടെ പോയി ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ക്യാപ്റ്റൻ വന്നപ്പോൾ ഞാനത് പൊട്ടിച്ചപ്പോൾ ടീമേറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ ടീമിലാണ് ഒരുത്തനാണ് ചത്തിട്ടുണ്ട്. ഇപ്പോൾ 3v4 സിറ്റുവേഷൻ ആണ്. ഇങ്ങനെയെങ്കിലും എടുക്കണം എന്നാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഒരു സ്കോറിന് ലീഡിലാവും. ടീമേറ്റ് കാര്യങ്ങളൊക്കെ ഗ്ലൂകളൊക്കെ ഇട്ട് ഒരു ഡൗൺ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടീമേറ്റിൻ്റെ എപ്പോഴും റഷ് ചെയ്ത് ടീമേറ്റ് ബേക്കോട്ട് വലിഞ്ഞിട്ടുണ്ട്. ഓൻ എനിമിനെ കണ്ടിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. ബേക്കിൽ നിന്ന് ഒരു അടി വന്ന് അപ്പം ഞാൻ വേഗം ഗ്ലൂ ആയിട്ട്. അപ്പോൾ നമ്മൾ ടീമേറ്റ് നോക്കായിനി ഓനക്ക് ഞാൻ ആ ഡ്രോൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അലച്ച ടീമേറ്റ് കവറിലല്ലാന്ന് ഞാൻ ഗ്ലൂ ആയിട്ടാൻ പോയപ്പോൾ അവിടെ 2 ആൾക്കാരുണ്ട്. ഞാൻ എന്താക്കി ജനൽ ചാടി ഇവിടെ ഒളിച്ചെന്നപ്പോഴത്തേനും നമ്മളെ അടുത്ത ടീമേറ്റും അങ്ങനെ ചത്തിട്ടുണ്ട്, ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആകെ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എനിമിനെ പൊക്കണുണ്ടപ്പോൾ ഞാൻ റഷ് ചെയ്തേനെ. ജന്ന് ഫിക്സ് ചെയ്തപ്പോഴത്തേനും 6 പുറഞ്ചടിയായി നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഈഗോനെ, ഓനാണെ ഇപ്പോൾ എയ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കളി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബൂയ അടിക്കണം. കാരണം ഓൻ എയ്സൊക്കെ എടുത്താലല്ലേ നമുക്കൊന്ന് മാസം കാണിക്കണം. അത് എടുക്കുമ്പോഴും എടുത്ത് പിന്നെ വേണ്ട വിചാരിച്ച് ഒഴിവാക്കി. പിന്നെ MP40 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സ്ഥലം നോക്കുകയാണെങ്കിൽ ക്ലോക്ക് ടവറാണ് നമുക്ക് ഈ റൗണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. 7 കില്ലാണ് എടുത്തത്. ആദ്യം 3 കില്ലും പിന്നെ ഒരു എയ്സും 4 കില്ല് എയ്സും. പിന്നെ ബോൺഫയറൊക്കെ ഇട്ടീനി. അതിന് കുറച്ച് DP കിട്ടിയപ്പോൾ ഞാൻ കളി തുടങ്ങിയപ്പോൾ ഞാൻ വേഗം പാഞ്ഞി. ഞാനങ്ങനെ പാഞ്ഞി ആ വലിയ പൊരൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് ഉദ്ദേശം. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ടീമേറ്റ് സ്പൈഡർ ക്യാരക്ടർ ഇട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമാധാനം ഉണ്ടായിനി. പിന്നെ എനിമി ചാടുണ്ടോക്കാൻ ഇവിടെ നിന്ന് ബോംബ് പറഞ്ഞിട്ട് ആർക്കും ഡാമൊന്നും കൊള്ളില്ല. അപ്പോൾ ഞാൻ ഒരു ചാടുണ്ടാവില്ല വെച്ച് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിയിലൂടെ ഒരുത്തം പായണെ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി ഇതിലൂടെ വന്ന് ചാടാൻ വിചാരിച്ചു.
ചാടിപ്പോൾ എന്നെ ശ്രദ്ധിച്ച് നോക്കി പിന്നെ ഒരു രണ്ടാൾക്കാർ ഡൗൺ ഇട്ടിട്ടുണ്ട് നമ്മളെ ടീമേറ്റ് സ്പൈഡർ ക്യാരക്ടറൊക്കെ ഇട്ട് നല്ല ഡാമാണ് നമ്മളെ വേറെ ടീമേറ്റ് വന്നിട്ട് നമ്മളെ പൊക്കിയിട്ടുണ്ട് നമ്മള് വേഗം കില്ല് കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി വിട്ട് ഒരു ടീമേറ്റ് അങ്ങനെ നമ്മുടെ ടീമേറ്റ് ഡൗൺ ആയി പോലും പൊക്കിയപ്പോത്തിനും കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മളെ G36 മാറ്റിയിട്ട് നമ്മൾ മറ്റേ വിഞ്ചസ്റ്റർ ആക്കിയിട്ടുണ്ട്. വിഞ്ചസ്റ്റർ ലെവൽ 2 ആണ് ഓൻ്റെ ഉള്ളത്. എനിമിൻ്റെ ഉള്ളതിന് അത് നമ്മളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളതിൽ MP40 വിഞ്ചസ്റ്ററും ആണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കോർ നോക്കുകയാണെങ്കിൽ 2-2 പറഞ്ഞ സ്കോറിലാണ് നമ്മൾ കട്ടക്ക് പിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും കളി ഇങ്ങനെ ബൂവ് അടിക്കണം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗ്രൗണ്ടാണ് സ്റ്റാർട്ട് ആവണമില്ല. അച്ഛന്മാരെ നോക്കുകയാണെങ്കിൽ ഇതാ കളി അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. കയ്യട്ടി അറിയാതെ ക്രോണങ്ങിപ്പോയി. കിട്ടുമൊക്കെ പോയി കിട്ടൂല. കയ്യട്ടി എങ്ങി പോയി. അങ്ങനെ ഒരു ക്രോണോ വെറുതെ വേസ്റ്റായി. ഇവിടുന്ന് ഇരുന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ തുടങ്ങുന്നിടത്തുനിന്നാണ് വെറുതെ വേസ്റ്റായത്. പിന്നെ ഇവിടുന്ന് ആട്ടുകൊണ്ടൊക്കെ മാറി നിന്നിട്ടൊന്നും ഒരു എനിമിനെയും കാണില്ല. ഓലൊക്കെ ഒളിച്ചെന്ന് കളിക്കാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഓല സ്പോണിൽ തന്നെ നിന്ന് കളിക്കാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറേ നോക്കി ഇവിടുന്ന് ഒന്നും കാണില്ല. അപ്പോൾ ടീമേറ്റ് അടിക്കാടീനെ. അപ്പം ഞാനും അടിക്കാൻ ചാടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ടീമേറ്റ് ഡൗൺ ആയി. അപ്പം ഞാൻ പൊക്കാലെ വിചാരിച്ച് ഡ്രോ ഉണ്ടല്ലോ. അപ്പോൾ ഓൻ്റെ അടുത്ത് പോയിട്ട് ഡ്രോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിമി ആരുടെ അടിക്കണ സൈഡിൽ അടിക്കാനുണ്ട്. ഇപ്പോൾ ഗ്ലൂ ആയിട്ട് ഞാൻ പിന്നെ ബാക്ക് കഴിഞ്ഞ് ടീമേറ്റിനെ അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡാം കൊണ്ടിട്ടുണ്ട് നമുക്ക്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ചാടി അടിക്കാന്ന്. ഫസ്റ്റ് ചാടി കൊണ്ടില്ല. പിന്നെയും പുറത്ത് തന്നെ വന്നു. കുറച്ച് ഞാൻ പിന്നെ അടിച്ച് പിന്നെയും ഒന്ന് അടിച്ച്. അപ്പോൾ ഇതിനെ കില്ലും കാര്യങ്ങളൊക്കെ ചാമ്പി വിട്ടിട്ടുണ്ട് ടീമേറ്റ്. ഞാൻ എന്താ റഷ് ചെയ്യുക വിചാരിച്ച് റഷ് ചെയ്തിട്ട് ഗ്രനേഡ് കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അടക്കിയില്ല. അപ്പോൾ എടുത്തുണ്ട് കയറി വരുന്നത് മണ്ട. ഞാൻ ക്യാരക്ടർ ഇട്ടിട്ട് എനിക്ക് ലൈഫും തന്നില്ല. ഒരു ഡാമും തന്നില്ല. ടീമേറ്റ് ഇട്ട് കാര്യങ്ങളൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ പോകും പൊക്കണാണ്ടപ്പോൾ ഞാൻ വേറെ റെസ്റ്റ് ചെയ്ത് എനിമി നോക്കാണ്ടപ്പോൾ. അപ്പോൾ ഓൻ്റെ ടീമാണെങ്കിൽ നമ്മളെ വേഗം നോക്കാക്കി കില്ലൊന്നും പൊക്കാതെ ഓൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. കാരണം സോൺ വരുന്നുണ്ട്. പൊക്കിയാൽ കളി തോൽക്കുന്ന ഉറപ്പാണ്. പൊക്കിനൊക്കെ ഒരുപാട് പോയാൽ മതി പൊട്ടൻ. അങ്ങനെ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്കോർ നോക്കുകയാണെങ്കിൽ 3-2 എന്ന സ്കോറിലാണ് ഉള്ളത്. നമ്മൾ റീപെയർ കിറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കളി സ്റ്റാർട്ട് ആവണമില്ല. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് സേവ് ചെയ്യാൻ വിചാരിച്ച് വെറുതെ അവിടെ ഇരിക്കട്ടെ വിചാരിച്ച് കിടക്കട്ടെ വിചാരിച്ച് അങ്ങനെ നമ്മൾ നോക്കണ ബോൺഫയറൊക്കെ പോലും ഇപ്പോഴാട്ടണേ. ഇപ്പൊക്കെ ഫുള്ളാണ്. ഇപ്പൊക്കെ ഫുള്ളായി പോയി. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരെ വയ്ക്കുകയാണ് ഈ സൈഡോട്ട് പോയത്. അപ്പം എനിക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഇട്ട പോത്തിനും ഞാൻ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റിനോട് വേഗം പൊക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടാണ് ഒരു കോമഡി എടുക്കാൻ പോണത്. ഞങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഞാൻ എത്ര പ്രാവശ്യം നോക്കായി നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്യണ ആ ഒരു കമൻറ്റിന് ഞാൻ ഇതാക്കണമായിരിക്കും. മറ്റേ ലൈക്ക് ഇടണമായിരിക്കും. നമ്മളെ ടീമേറ്റ് മേത്ത് വെച്ച ലൈഫ് ഇടുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ മേത്തടിച്ച് ലൈഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റീപെയർ കിറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൂ ആൾട്ട് മെല്ലെ മുമ്പോട്ട് കയറി. പിന്നെ ഒന്നുകൂടി ഗ്ലൂ ആൾട്ട് ഗ്ലൂ ആൾട്ട് പോലെ പിന്നെ നോക്കായി. അപ്പോൾ ടീമേറ്റിനോട് വേഗം വിടാറുണ്ട്. അപ്പോൾ വന്ന് പിന്നെ നമ്മളെ പൊക്കി ഇട്ടിട്ടുണ്ട്. ഗ്ലൂ ആൾട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇട്ട് മറ്റേ ഗ്ലൂ ആളാണല്ലോ വിട്ടടല്ല ആ ഒരു 3-4 അങ്ങനെ ഒരു ഇതാണല്ലോ. ഞാൻ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ടീമേറ്റ് നമുക്ക് ഒരു മെഡിക്കലാണ് അത്ര ലൈഫാക്കി നമ്മളെ മേത്ത് പിടിച്ചിട്ട് ആകെ ഒരു പ്ലെയറേ ഉള്ളൂ. 1v4 സിറ്റുവേഷൻ ആണ് നോക്കി. ഞാൻ പോകുമ്പോൾ പറഞ്ഞു പിന്നെ നമ്മൾ ഡൗൺ ആയിട്ടുണ്ട്. ആ മണ്ടിൻ്റെ ഫിനിഷ് ആക്കാതെ ആ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ടീമേറ്റ് പിന്നെ വേറെ ടീമേറ്റാണ് ഇപ്രാവശ്യം വന്നത്. വേറെ ടീമേറ്റ് വന്ന് പിന്നെ നമ്മളെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നേത്തൊക്കെ പൊക്കി നമ്മളെ മലയാളി ടീമേറ്റ് ഉണ്ടല്ലോ ഓ ഡൗൺ ആയി. അപ്പം ഞാൻ ഇവിടെയാണ് ഒരു മണ്ടത്തെ കാണിച്ചത്. ഞാൻ ചോദിച്ചാൽ ആ മൂലയിലാണെന്ന് മെഡിക്കിറ്റ് പോലും അടിക്കാതെ ക്യാരക്ടർ ടോനെടുത്ത് പാഞ്ഞിന്. എന്തിനാണ് ഞാൻ പാഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1v2 സിറ്റുവേഷൻ സിമ്പിൾ എടുക്കാനുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ 2 ടീമേറ്റ് ചത്തിട്ടുണ്ട്. ഇനി ഇവൻ്റെയിലാണേലും തോംസൺ എക്സ് ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഈ മണ്ണ കളി എടുക്കും അറിയില്ല. ഈ പൊട്ടനാടെ പോയി ഏതോ കച്ചി കളി തോൽപ്പിച്ച് ആ ഈഗോ പറഞ്ഞ പ്ലെയറിൻ്റെ 2ാമത്തെ ഏസോന് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ മണ്ടത്തരുമാണ്. ഞാൻ അവിടെ മെഡിക്കിറ്റ് അടിച്ച് മെല്ലെ കളിച്ചാൽ മതി. ഇനി ഞാൻ പിന്നെ വിചാരിച്ച് നമ്മളെത്രയും പൊക്കിയതല്ലേ അപ്പോൾ ഓനെ പൊക്കാലോ എന്നുള്ളൊരു ഇതിൽ പോയതാണ്. ഇങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും 2 ഡേയ്സൊക്കെ എടുത്താലേ അപ്പം എന്തായാലും ഓന്
എന്തായാലും നമ്മൾ കളി ജയിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ റൗണ്ടാണ് ഡബിൾ സ്നൈപ്പറാണ് എടുത്തത്. അപ്പോൾ ഡബിൾ സ്നൈപ്പറിൻ്റെ വീഡിയോ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ സ്നൈപ്പറിനോട് കളിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മളെ യൂട്യൂബിൽ നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ നോക്കുകയാണെങ്കിൽ കളി സ്റ്റാർട്ടായപ്പോഴത്തേനും ഞാൻ ഈ ഒരു ഏരിയക്ക് വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട് മെല്ലെ കളിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഒരുത്തനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കോപ്പ് ചെയ്തിരുന്ന് അപ്പോൾ ഓനിങ്ങനെ തിരിച്ചു വരുന്നുണ്ടോ ഇപ്പോൾ തിരിച്ചു വന്ന് ഓൻ്റെ ക്യാരക്ടറും കൂടെ ഫസ്റ്റ് ഹാജറായിന്. അപ്പോൾ ഓനവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് മെഡിക്കൽ അടിക്കുകയാണെന്നാണ് തോന്നണത്. അപ്പോൾ ഞാൻ എന്താക്കി ഇരുന്ന് പോയി ഗ്ലൂ വാളൊക്കെ ഇട്ട് പിന്നെ എന്താക്കി നമ്മളെ ബോംബുണ്ടല്ലോ അത് എറിഞ്ഞ്. അപ്പോൾ എനിക്ക് എഴുതും അടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആ ബോംബിൽ നിന്നാണ് അടിക്കുന്നത്. ഞാൻ എഴുതുന്നതാണ് നമ്മൾ ക്യാരക്ടറെ കിട്ടിയതിന് ശേഷം അടി കിട്ടിയിട്ടുണ്ട്. ആ സൈമോ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, അടി കൊള്ളാത്ത പ്രൊട്ടക്ഷൻ്റെ ആ ക്യാരക്ടറാണ് കിട്ടിയത്. ഇവിടെ ആണല്ലോ 2-3 ആൾക്കാരും ഉണ്ട്. എനിമീസ് ടീമേറ്റ് 3 എനിമീസ് 3ആണ്. ഇപ്പം 3 സ്കോറും 3 മറ്റേ എനിമീസും 3 ഒക്കെ 3 ആണ്. ഇവിടെയാണ് ഒരു മുട്ടം ഫൈറ്റ്. ഇപ്പം മറ്റേ 4-3 ആയിട്ടുണ്ട്. ഇതിനെ പൊക്കിയാൽ ഇടപെടലോട് കില്ലം ബീറ്റാക്കാതെ കളി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ കളി പോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.